അലക്സ് ഗാർലൻഡിൻ്റെ ഏറ്റവും പുതിയ പടം വാർഫെയർ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഉണ്ടായിരുന്ന റിഗ്രറ്റ് ഇത് ഞാൻ ഐമാക്സിൽ കണ്ടില്ല എന്നുള്ളതാണ്. ഐമാക്സിലൊക്കെ ഇവിടെ റിലീസ് ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിവിൽ വാർ ഞാൻ ഐമാക്സിൽ കണ്ടതാണ്. അതൊരു കിഡിലിൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പിന്നീട് ഒരു പക്ഷേ ലാപ്പിലോ മൊബൈലൊക്കെ കാണുമ്പോൾ ഓക്കെ, പക്ഷെ ആദ്യം കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു. ആ ഒരു ഐമാക്സിന് വേണ്ടി ഉണ്ടാക്കിയ പടമായതുകൊണ്ട് ഇതും അതേപോലെ തന്നെ കാണേണ്ട ഒരു പടമായിരുന്നു തോന്നി. കാരണം അത്ര കിഡിലിനായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സൗണ്ട് ഡിസൈനാണ് ഈ പടത്തിൻ്റെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊരു നോർമൽ മൂവി അല്ല, അല്ലെങ്കിൽ ഒരു നോർമൽ സിനിമ അപ്രോച്ചിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു പടമല്ല. അങ്ങനെയല്ല ഇതിൻ്റെ ക്രിയേറ്റീവ്സ് ഇതിനോട് ചെയ്തിട്ടുള്ളതും. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ചെറിയൊരു ഇവൻറ്റ്, ഇറാഖിൽ നടന്നിട്ടുള്ള ഒരു ഇവൻറ്റ്, അതിന് കംപ്ലീറ്റ്ലി ഇൻ ആൻഡ് ഔട്ട് ആ ഒരു എക്സ്പീരിയൻസ് മാത്രം നമുക്ക് എടുത്ത് കാണിക്കുക. അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടാൻ വേണ്ടി ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ കോ ഡയറക്ടർ തന്നെ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുള്ള റെയ്മോണ്ടോസ് എന്നൊരു പഴയ മിലിറ്ററിനാണ്. സോ അവിടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവരുടെ പഴയ മെമ്മറീസൊക്കെ പൊടി തട്ടിയെടുത്തിട്ട് ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സും അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളടക്കം അത്ര പിക്ചർ പെർഫെക്റ്റ് ആയിട്ടാണ് പടത്തിൽ കൊടുത്തിട്ടുള്ളത്. സോ നമ്മളൊരു സിനിമ കാണുന്നു എന്നതിലുപരിയായിട്ട് നമ്മൾ ആ സ്ഥലത്തുണ്ട്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തോളൂ. നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, നമ്മളൊരു ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ തേർഡ് പേഴ്സണിലൂടെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുന്നു അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ പടം കംപ്ലീറ്റ്ലി എടുത്തിട്ടുള്ളത്. ഒരു സിനിമാറ്റിക് അപ്രോച്ചോ അല്ലെങ്കിൽ സിനിമാറ്റിക് ലിബർട്ടി എടുത്ത് ഒരു മാസ് സീന് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ലോ മോഷൻ സീനോ അങ്ങനെയൊന്നുമില്ല. എന്താണ് നമ്മളവിടെ ഉണ്ടാവുക, നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് തരിക എന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമില്ല. അതിനുവേണ്ടി ഒരു കുറേ മെനക്കെട്ടുണ്ട്, നമുക്ക് കാണാനും പറ്റുള്ളൂ. കഴിഞ്ഞ സിവിൽ വാറിൽ അതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൺ ആ ഒരു അവസാനത്തെ ആ ഒരു എൻഡ് പോർഷനിലൊക്കെ ഒരു തേർഡ് ആക്ട്, ഒരു ക്ലൈമാക്സ് പോർഷനിലൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ അവിടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടം മൊത്തം അങ്ങനെയാണ്. സോ ഈ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ചങ്ങായി അടുത്തടുത്ത് വേറെ ലെവൽ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പടം ഉണ്ടെങ്കിൽ അതിനോട് എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ഇതുവരെ കാണാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞിട്ട് ഈ A24 പടങ്ങൾ തരുന്ന പോലെ നിങ്ങൾ കണ്ട് ശീലിച്ച സാധനങ്ങളൊക്കെ അവിടെ വെച്ചോ, അതല്ല നമുക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പടത്തിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. ഈ മൂപ്പറുടെ തന്നെയാണ് തോന്നുന്നത് അടുത്ത മറ്റേ 28 years later, അതും ഇതുവരെ നമ്മൾ കാണാത്തൊരു സോംബി പടമാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. സോ കിടിലം പടങ്ങളാണ് ഈ ചങ്ങയുടെ കയ്യിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ പടത്തിൻ്റെ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇറാഖിലുള്ളൊരു ചെറിയ ഇവൻ്റാണ്, ഒരു എക്സ്ട്രാക്ഷന് ബേസ് ആയിട്ടാണ് ഈ ഒരു പടം മുഴുവൻ. കാരണം ഒരു സർവൈലൻസിന് പോകുന്ന ഒരു അമേരിക്കൻ ടീം അവിടെ വെച്ചുണ്ടാകുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ്, അതിൽ നിന്ന് അവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. സോ ഞാൻ ഇനീഷ്യലി ഒരു പോയിന്റ് എത്തിയപ്പോൾ വിചാരിച്ചു ഇതൊരു മാതിരി ഒരു ബ്ലാക്ക് ഹൂക്ക് ഡൗൺ പോലെയോ അല്ലെങ്കിൽ ഒരു ഹേർട്ട് ലാക്കർ പോലെയൊക്കെ ആ ഒരു മോഡിലേക്ക് പോകുന്നു. പക്ഷേ നിങ്ങൾ കണ്ട പടങ്ങളൊക്കെ വീട്ടിൽ വെച്ചോ, അതൊന്നുമല്ല, ഇത് വേറെ സാധനം. കാരണം ഒരു ഒട്ടുമിക്ക ഒരു 90% ഓഫ് ദി വാർ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്ക് ഈ ഒരു ജോണർ അത്ര അധികം ഇഷ്ടമാണ്. അപ്പാർട്ട് ഫ്രം ദി ആക്ഷൻസ് എനിക്ക് ആ ഒരു ടെറൈൻ ഫുൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിലുള്ള ഗെയിംസ് അധികം കളിക്കാറുണ്ട്. ഈവൻ ബാറ്റിൽ ഫീൽഡ് മുതൽ അല്ലെങ്കിൽ മോഡേൺ വാർഫെയർ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി, പഴയ IGI മുതൽ നമ്മളിങ്ങനെ കളിച്ചിട്ടുള്ളത് മുഴുവൻ ഈ ഒരു മോഡ് കിട്ടാനാണ്. എനിക്ക് ആ ചില ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, നമ്മൾ അതിനകത്തായ ഒരു ഇൻസിഡൻറ്റിൽ നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂവിലൂടെ കാണുന്ന ഒരു സെറ്റപ്പ്, അതേപോലെ നമുക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടും. കാരണം ഒരു ടിപ്പിക്കൽ കൺവെൻഷണൽ സിനിമ ഒരു ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ട്, ഒരു കഥ, ഒരു നറേഷൻ, ഈ ഒരു ഹീറോ, ഇതിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മളൊരു സിനിമയെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി ഒന്നും ഈ പടത്തിലില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ്. സോ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഒരു പക്ഷേ എനിക്കിത് ഹെഡ്സെറ്റ് വെച്ച് കേട്ടത് കൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോൾ തിയേറ്ററിൽ ചിലപ്പോൾ ഡോൾബിയിലൊക്കെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലൊക്കെ കറങ്ങി വരുമ്പോൾ ഇത് വേറെ ലെവലൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് മൊമെൻ്റ് ഉണ്ട് ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 1/2-3 മണിക്കൂർ. ആ ടൈമിൽ കംപ്ലീറ്റ്ലി ഡെഡ് സ്ലോ ആയതുകൊണ്ട് പടം ഭയങ്കര ആക്ഷൻ ബാക്ക്ഡ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് പേസ്ഡ് സാധനമൊന്നുമല്ല. വളരെ മെല്ലെ എങ്ങനെയായിരിക്കും റിയൽ ആയിട്ട് ഇൻസിഡൻസ് നടക്കുക. ഇറ്റ്സ് ഒരു പോയിന്റ് വരെ അവരിങ്ങനെ വെയിറ്റ് ചെയ്യണം, ഒന്നുമില്ല അവിടെ, ജസ്റ്റ് അവർക്ക് സർവൈലൻസ് മാത്രമുള്ളൂ. അപ്പോൾ നമുക്കും ചിലപ്പോൾ ഇവർക്ക് ബോറടിക്കുന്ന പോലെ നമുക്കും ബോറടിക്കും. അത് ആ സിനിമയുടെ ആവശ്യമാണ്. കാരണം അങ്ങനെയാണ് അവരുടെ ലൈഫ് ഫുള്ള്. പക്ഷെ അതിൻ്റെ ഇടയിൽ അവരൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഡെഡ് സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് എവിടെങ്കിലും ഒരു വെടി പൊട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജെറ്റ് എഞ്ചിൻ പോകുന്ന സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ തന്നെ ഇറ്റ്സ് എ വാർ സോൺ. അതിൻ്റെ ഇടയിലാണ് ഇവർ ഇത്ര കാം ആൻഡ് കൂളായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സമയത്ത് വെച്ച് ഇതിൻ്റെ ആ ഒരു ടോൺ മൊത്തം മാറും പടത്തിൻ്റെ. പിന്നീട് അങ്ങോട്ട് ഈ ഒരു പടം വേറെ റേഞ്ചിലേക്ക് പോകും. സോ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ തന്നെ എന്താണ് വാർഫെയർ, ആ ഒരു ടൈറ്റിൽ ഡിഫൈനിങ് ആയിട്ടുള്ള സാധനം എന്ന് പറയാം. കുറേ ഉണ്ട് ഈ പടത്തിൽ, അത് പറഞ്ഞാൽ സ്പോയിലറായി പോകും. സോ ഇതൊരു റാദർ തന്നെ സിനിമ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പോവുക. നിങ്ങളിപ്പോൾ ഈ ഒരു ജോണറിൽ ആദ്യമായിട്ടാണ്, അതായത് ഈ ഒരു വാർ ബേസ്ഡ് അല്ലെങ്കിൽ വാർഫെയർ മൂവീസ് ഒന്നും അധികം കണ്ടിട്ടില്ലെങ്കിൽ
ദിസ് മൂവി വിൽ ബി എ കംപ്ലീറ്റ് ഡിസപ്പോയിൻമെന്റ് ഫോർ യു. ഒരു ഡോക്യുമെന്ററി കണ്ട പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ജോണറിനോട് നിങ്ങൾ പഴയതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് പതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മതിയായിട്ടുണ്ട് ഈ ഒരു ജോണർ കണ്ടിട്ടുണ്ടെങ്കിൽ, ദിസ് മൂവി വിൽ ബി എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ യു. കാരണം ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ബോറടിക്കുകയും എന്നാൽ ഇത് കണ്ട് ശീലിച്ച ആൾക്ക് എൻ്റെ അമ്മ ഇതുവരെ കാണാത്ത ഐറ്റം ഉള്ളതെന്ന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു പടത്തിൽ നിന്ന് എനിക്ക് പേഴ്സണലി കിട്ടിയത്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് വാച്ച് ഐറ്റമാണ്. തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു ഐറ്റം ആയിരുന്നു, തിയേറ്ററിൽ നിന്ന് പോയി. സോ പരമാവധി വലിയ സ്ക്രീനിൽ നല്ല സൗണ്ട് സിസ്റ്റം വെച്ച് ഒരു എക്സ്പീരിയൻസ് കാണാമെന്നുള്ള രീതിയിൽ ഒരു കട്ടുമില്ലാതെ ഒരു 1.5 മണിക്കൂറുള്ള അവിടെ ഇരുന്ന് കാണുക. അങ്ങനെ കണ്ടാൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും വാർഫെയർ എന്ന മൂവി. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എന്നൊരു അപ്രോച്ച് വിട്ട് ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നു, അവരുടെ ഇടയിലേക്ക് നമ്മൾ കയറി പോകുന്നു എന്ന രീതിയിൽ പോവുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും. അല്ലാതെ ഇതെന്താ ഇതിലൊരു മാസീനില്ല, ഒരു അഡ്രിനാലിൻ റഷില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു പരിപാടി നമുക്ക് വേറെ പടങ്ങളിൽ കിട്ടാറുണ്ട്. ഇതതല്ല. സോ കണ്ടുപോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഡയറക്ടറുടെ ഇഷ്ടമായിട്ട് ഈ പടം ഇഷ്ടമായിട്ട് ഇങ്ങേരുടെ മുൻ പടങ്ങളൊക്കെ കണ്ടുപോക്കുക. എല്ലാം കിടിലും പടങ്ങളാണ്, വെറൈറ്റി പടങ്ങളാണ്. ഇനി അടുത്ത് വരാതിരിക്കുന്ന അടിപൊളി പടങ്ങളാണ്. സോ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടോപ്പ് നോച്ച് ഡയറക്ടേഴ്സിലൊന്നാണ് ഹോളിവുഡിൽ നിന്നും അലക്സ് ഗാർലൻഡിൽ നിന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യുന്നൊരു പടമാണ് വാർഫെയർ. കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെയും കാണാം.